കാഞ്ഞങ്ങാടും ഇന്നലെ രാത്രി വരെ ശക്തമായ മഴയായിരുന്നു. ഇന്ന് നോക്കുമ്പോൾ രാവിലെ മുതൽ ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. പൊതുവിൽ മഴ മാറി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഉള്ളത്. കാസർഗോഡ് നീലേശ്വരം തൈക്കടപ്പുറത്ത് പുഴയിൽ നങ്കൂരമിട്ടിരുന്ന ബോട്ട് പുലിമുട്ടിലിടിച്ച് അപകടം സംഭവിച്ചു. ആ ബോട്ട് പൂർണ്ണമായും തകർന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അതൊഴികെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും മഴ മാറി നിൽക്കുന്നു എന്ന് പറയുമ്പോഴും ഏത് നിമിഷവും പെയ്യാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള മുന്നറിയിപ്പുകളാണ് നമുക്ക് ലഭിക്കുന്നത്. കണ്ണൂരിലേക്ക് വരുമ്പോൾ കണ്ണൂരിൽ ഇന്നലെ രാത്രി വരെ ശക്തമായ മഴയായിരുന്നു. ഇന്ന് രാവിലെ മഴ പെയ്തിട്ടില്ല. ശാന്തമായ അന്തരീക്ഷമാണ് കണ്ണൂരിലുമുള്ളത്. പക്ഷേ മഴക്കാർ മൂടി നിൽക്കുന്നുണ്ട്. ഏത് സമയവും മഴ പെയ്യാം. മഴ പെയ്യുമ്പോൾ അത് ശക്തമായി തന്നെയാണ് പെയ്യുന്നത്. കണ്ണൂരിൽ ഇന്നലെ രാത്രിയിൽ അപകട സംഭവം ഉണ്ടായത് കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ മതിൽ ഇടിഞ്ഞു തകർന്നു എന്നതാണ്. ഈ സമയത്ത് സമീപത്തുണ്ടായിരുന്ന വീടുകളിലേക്ക് വെള്ളവും ചെളിയും കുത്തിയൊലിച്ച് എത്തി. അത് സമീപവാസികൾക്ക് വലിയ പ്രയാസമുണ്ടാക്കി. ഈ ഒരു സംഭവമാണ് ഇന്നലത്തെ മഴയിൽ കണ്ണൂരിൽ സംഭവിച്ചത്. ഇന്ന് പൊതുവെ മഴ ഇതുവരെ പെയ്തിട്ടില്ല. ശാന്തമായ അന്തരീക്ഷമാണുള്ളത്. മഴ മാറി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണുള്ളത്. കോഴിക്കോട് നോക്കുമ്പോൾ കോഴിക്കോട് ശാന്തമായ അന്തരീക്ഷമാണ്. ഇതുവരെ മഴ പെയ്തിട്ടില്ല. ഇന്നലെ രാത്രി വരെ ശക്തമായ മഴ തന്നെയായിരുന്നു. മലയോര മേഖലകളിലും അതുപോലെ നഗരപ്രദേശങ്ങളിലും മഴ പെയ്തിരുന്നു. കോഴിക്കോട് 4 ക്യാമ്പുകളാണ് ആരംഭിച്ചിരിക്കുന്നത്. 34 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കോഴിക്കോട്, കൊയിലാണ്ടി, താമരശ്ശേരി താലൂക്കുകളിലായാണ് 34 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചത്. കോഴിക്കോടിനെ സംബന്ധിച്ച് ഇന്നലെ വലിയൊരു അപകടം സംഭവിച്ചത് പന്തിരാങ്കാവിലാണ്. പന്തിരാങ്കാവിൽ 20 അടി ഉയരത്തിലുള്ള സർവീസ് റോഡ് ഇടിഞ്ഞ് സമീപത്തുള്ള വീടുകളുടെ മുകളിലേക്ക് ഇടിഞ്ഞു വീണ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആളപായമൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ കൂടിയും വലിയ ഒരു അപകടം തന്നെയായിരുന്നു ഇത്. വലിയൊരു ആരോപണവും ഇതിൽ ഉയരുന്നുണ്ട്. അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തിയാണ് ഇവിടെ നടന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു അപകടം സംഭവിച്ചത് എന്ന തരത്തിലുള്ള വലിയൊരു ആരോപണം ആ പ്രദേശത്തുകാർ ഉന്നയിക്കുന്നുണ്ട്. വീട്ടുപണിക്ക് പോയി ഉണ്ടാക്കിയ വീടാണ്. അതിങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നത്. ലോൺ കൊടുത്ത് അറുപ ബാങ്കിൽ നിന്ന് ലോൺ കൊടുത്ത് കണ്ടാൽ കൊപ്പി അടിച്ചുണ്ടാക്കിയ വീടാണ്. അങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നത്. ഇപ്പോൾ ഒരു ഉടുക്കാനൊരു തുണിയിലായിട്ട് ആരാൻ തരും. ഒക്കെ മണ്ണിന്റെ ചോട്ടിലാണ്. തെങ്ങിലക്കടവിൽ റോഡ് പുഴയിലേക്ക് ഇടിഞ്ഞു വീണതാണ്. അത്തരത്തിൽ 27 വീടുകൾ ഭാഗികമായി തകർന്ന ഒരു റിപ്പോർട്ടും ഉണ്ടായിരുന്നു. പാലക്കാട് പരക്കെ മഴ ലഭിക്കുന്ന ഒരു സ്ഥിതിയാണ്. രാവിലെ മുതൽ മഴ ലഭിക്കുന്നുണ്ട്. ഉച്ചയായതോടുകൂടി അല്പം ഒരു മഴയ്ക്ക് ശമനം വന്നിട്ടുണ്ടെങ്കിലും പല മേഖലകളിൽ ഇപ്പോഴും മഴ തുടരുകയാണ്. മണ്ണാർക്കാട് മേഖലയിൽ രാവിലെ മുതൽ മഴയ്ക്ക് അല്പം കുറവുണ്ടെങ്കിലും ഇന്നലെ രാത്രി ശക്തമായ മഴയാണ് മണ്ണാർക്കാട് അനുഭവപ്പെട്ടിരുന്നത്. വള്ളുവനാട് ഭാഗങ്ങളിലേക്ക്, അതായത് പട്ടാമ്പി മുതലുള്ള ഭാഗങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ആ മേഖലയിൽ ആകെ തന്നെ ശക്തമായ മഴ രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടത് ഒരു മഴക്കെടുതി എന്ന് പറയാനുള്ളത് ബൂതുവഴിയിലുണ്ടായ ഒരു മരം വീണ് ഏകദേശം 2 മണിക്കൂറോളമാണ് അട്ടപ്പാടിയിൽ ഗതാഗതം സ്തംഭിക്കുന്ന രീതിയിലുണ്ടായത്. 5 മണിക്ക് വീണ മരം ഏകദേശം 7 മണി വരെ അവിടെ തന്നെ കിടന്നു. 7 മണിക്ക് പിന്നീട് PWD ഉദ്യോഗസ്ഥരെത്തിയിട്ടാണ് മരം മുറിച്ചു മാറ്റുകയും ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തത്. ഇന്നലെ തൃശ്ശൂർ ജില്ലയിൽ രാവിലെ മഴ കുറവായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല സ്ഥിതി. ഇന്ന് നല്ല മഴ വിവിധ മേഖലകളിൽ പെയ്യുന്നുണ്ട്. പരക്കെ തന്നെ മഴ ലഭിക്കുന്ന ഒരു അവസ്ഥയുമുണ്ട്. ഒരു പ്രധാന സംഭവം തൃശ്ശൂരിൽ ഉണ്ടായത് ജനറൽ ആശുപത്രിക്ക് സമീപം, അതായത് റൗണ്ടിൻ്റെയൊക്കെ തൊട്ടടുത്ത് വെച്ച് ഒരു വലിയ മരം പൊട്ടി വീഴുന്ന ഒരു സ്ഥിതി തൃശ്ശൂരിലുണ്ടായി. ഭാഗ്യം കൊണ്ട് വലിയൊരു അപകടം ഒഴിവായി. പക്ഷേ 2 പെട്ടി ഓട്ടോറിക്ഷകൾ ഈ ഒരു അപകടത്തിൽപ്പെട്ട് നശിച്ചിട്ടുണ്ട്. അതിന് തൊട്ട് മുൻപാണ് ഒരു ബസ് ആ വഴി കടന്നുപോയത്. അങ്ങനെ വലിയൊരു അപകടം ഭാഗ്യം കൊണ്ട് മാത്രമാണ് തൃശ്ശൂരിൽ ഒഴിവായത്. തൃശ്ശൂർ ജില്ലയിലും പരക്കെ മഴ ലഭിക്കുന്നുണ്ട്. കോഴിക്കോട് നിന്നും നയൻതാരയ്ക്കൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.